അപ്പോൾ നമ്മളിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പം നമ്മളിന്ന് ഒരു ദിവസം ഫുള്ള് ഡ്രൈവറാണ്. അപ്പം ഏകദേശം 30 പാസഞ്ചേഴ്സിനെയും കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ ആളുകളെല്ലാം കൊണ്ടുപോകണം. ബെർലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പം പല പല സ്റ്റോപ്പുകളുണ്ട്, പല പല പൈസ, പല പല കിലോമീറ്റർ വെച്ചാണ് ഈ ഗെയിമിലുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ബസ് ഓടിക്കുമ്പോൾ ഒന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ, പിന്നെ ഈ ഗെയിമൊക്കെ നല്ല ഗെയിമുകളാണ്. പിന്നെ ബാക്കി കുറേ ഗെയിമുകൾ നല്ലതുണ്ട്, ഞാൻ കുറേ കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം നല്ല ഗെയിമുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാസഞ്ചേഴ്സിന് 7, 5 ഇനി എല്ലാവരും കയറിയെന്ന് തോന്നുന്നു, കയറി കാണും. ഇപ്പോൾ 4, 2, 3, 2, 1 ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ബെർലിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ട്രിപ്പ് അടിക്കാൻ പോകുന്നത്. ട്രിപ്പല്ല, ഒരു ബസ് യാത്രയാണ്. അപ്പോൾ വണ്ടി എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റിവേഴ്സ് എടുത്തിട്ട് ഓക്കെ ബ്രേക്ക് ഓടി ഇനി ഡ്രൈവ്. ഓക്കെ ഗൈസ്, സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കെന്തായാലും വണ്ടി എടുക്കാം. സോ ഗൈസ്, ലൈക്ക് അടിക്കാത്ത ഏതെങ്കിലും മച്ചാന്മാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്കെങ്കിലും ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് പിന്നെ ചെയ്യാതിരിക്കരുത്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 543 കണ്ട് ആദ്യമേ ഉള്ളൂ. നമുക്കൊരു 600 എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പരമാവധി ആളുകളെയും കൂടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല കഷ്ടപ്പെട്ട കാണുന്ന ഓരോ വീഡിയോസും ചെയ്യുന്നതും എഡിറ്റൊക്കെ ചെയ്യുന്നതും നല്ല സമയമൊക്കെ എടുത്ത്, അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എന്ന പ്രതിഫലം എന്നുള്ളത് അത് നിങ്ങളുടെ സബ്സ്ക്രൈബ്, ലൈക്കോ കമൻറ്റോ ഒക്കെയാണ്. അപ്പം നിങ്ങൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. ചാനലിനെ കൊണ്ട് പവറാക്കുക. അപ്പോൾ എന്തായാലും നമുക്കിപ്പം വണ്ടി ഓടിച്ചങ്ങ് തുടങ്ങാം. അപ്പം നമുക്ക് പയ്യെ നമ്മുടെ സ്പീഡ് കൂട്ടി തുടങ്ങാം അല്ല ഗൈസ്. അപ്പം എന്തായാലും മറക്കാതെ ഇപ്പോഴും പറയുവാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, എന്തോ ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് അവിടെ കണ്ടോ നിങ്ങൾ, ഇത് നമ്മുടെ സൈഡിൽ കാണുന്ന ഗ്യാരേജാണ്. സൈഡിൽ കൂടെ അങ്ങ് കയറിപ്പോൾ നമുക്ക് വളഞ്ഞാണ് പോവേണ്ടത്. അയ്യോ ഇവരൊക്കെ നോക്കിയൊക്കെ വണ്ടി കൊണ്ട് വന്നാൽ പോരെ. അല്ല, ഇനി അടുത്ത ആൾ പോടാ. എല്ലാവരും ഒന്നിനും ഒരു വിളവില്ല. നമ്മൾ സൈഡിൽ കൂടെ കയറി അതിനൊന്നും പയ്യെ വന്നുകൂടെ, കയറിയും വന്നു. നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് അതൊന്നും ബാക്കിലോട്ട് എടുക്കുന്നില്ല. എന്ത് കഷ്ടമാണല്ലേ. അപ്പം റോഡൊക്കെ അടിപൊളിയാണ് എന്തായാലും, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതുവരെ പല പല ഓട്ടം കിട്ടി. ഇന്നത്തെ ദിവസത്തെ ഓട്ടം കൊണ്ട് നമുക്ക് 467 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ഒരു 228 കിലോമീറ്റർ കണ്ടുള്ള ഒരു ഓട്ടമാണ് ഇത്. നമുക്ക് പയ്യെ പോകണം, നല്ല സ്പീഡ് വേണമെങ്കിലും വലിയ കെയർഫുള്ളായിട്ട് നമുക്ക് അങ്ങ് പോകണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇത് കൊണ്ട് പോകണം. നമ്മുടെ ഇതിനകത്ത് ഏകദേശം പാസഞ്ചേഴ്സ് എനിക്കൊന്ന് 35 അത്രയും കണ്ട് പാസഞ്ചേഴ്സാണെന്ന് തോന്നും. അപ്പം സൈഡിൽ ഓരോരോ ഡീസൽ പമ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ പെട്രോളും അടിക്കും ഡീസലും അടിക്കും. അപ്പോൾ നമുക്ക് ഡീസലാണല്ലോ വേണ്ടത്. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട്, തികഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു 174 കിലോമീറ്റർ പോകാനുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഇപ്പം നമ്മുടെ ഈ ഏത് ഡിപ്പോട്ടാണോ ആ ഡിപ്പോട്ടിൻ്റെ അടുത്ത് തന്നെ ഗ്യാരേജും അതിൻ്റെ കൂടെ പെട്രോളും ഉണ്ട്, പെട്രോൾ പമ്പും ഉണ്ട്, പെട്രോളും ഡീസലും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് കത്തിച്ചങ്ങോട്ട് വിടാം. ഈ ഗെയിം എനിക്കൊന്ന് 100 ഇത്രയും കണ്ടേ കയറത്തുള്ളൂ, 200 കയറത്തില്ല. കയറാനും പറ്റത്തില്ല, കയറ്റാനും പറ്റത്തില്ല. കാരണം ഫുള്ള് സ്ട്രെയിറ്റ് റോഡും ഉണ്ട്, ബട്ട് സ്ട്രെയിറ്റ് റോഡിൽ തന്നെ വളവുകൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ വണ്ടി എവിടുന്നൊക്കെ നേരത്തെ കണ്ടില്ലയോ എന്നെ ഒരു വണ്ടി ഇടിക്കാൻ വന്ന്. അപ്പോൾ അതുപോലെയൊക്കെ എപ്പോഴേക്കും ഏതോ വണ്ടി ഇടിക്കാൻ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമുക്ക് കളിക്കാൻ എന്നുള്ളത്. ഇതിൻ്റെ കൂടെ വണ്ടിയൊക്കെ അടിച്ച് വിദ്യാർത്ഥിയോട് കയറിയിരിക്കുന്നേ, ഇതിനൊന്നും ഒരു സൂക്ഷ്മത ഇല്ലാതാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളെപ്പോലെ കെയർഫുള്ളായിട്ടല്ല അവർ വണ്ടി ഓടിക്കുന്നതെന്ന് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 2 ഗെയിമിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ഒരു 150ഓളം വ്യൂസ് അതിനുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എന്നിട്ടും ആ 2 വീഡിയോയിൽ ഇത്രയും വ്യൂസ് കയറിയിട്ടും നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആ ഒരു വിഷമമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് ഇടുമ്പോൾ നമുക്ക് ഓരോ വീഡിയോ ഇടാനുള്ള ഒരു പവറാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ഇങ്ങനെ ചത്ത് കിടക്കുന്ന പോലെ കിടന്നാൽ നമുക്കൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനല്ല എന്ന് വെച്ചാൽ നമുക്കൊരു പ്രചോദനം കിട്ടത്തില്ല. ചുമ്മാ വീഡിയോ ഇട്ടിട്ടൊരു പ്രയോജനമില്ല. ആ ഒരിതാണ്. പരമാവധി നിങ്ങൾ അതിനോട് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വണ്ടി ഓടിക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ 2 വണ്ടികളൊക്കെ പോകുന്നുണ്ട്.
ഓക്കെ. ഏതൊക്കെയാടാ വണ്ടികളൊന്ന് ഓറും. മറ്റേത് പോളായിരുന്നോ? അറിയത്തില്ല ഗൈസ്. അത് സ്കൂളാണോ അവിടെ ഇല്ല കാണുന്നത്? ആയിരിക്കും, സ്കൂളായിരിക്കും. സ്കൂളോ അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്ഥലം ഏകദേശം എത്താറൊക്കെ ആയിട്ടുണ്ട്. നല്ല അടുത്തായിട്ടില്ല. ഇനി ഒരു 54 കിലോമീറ്റർ ഉണ്ട്. അത് പെട്ടെന്ന് പോകാൻ പറ്റും. കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ചെല്ലാൻ പറ്റും. ഇതിനകത്ത് 48 കിലോമീറ്ററൊക്കെ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഈ ഏറ്റം കയറണം. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഇതിന് ഏകദേശം 85 MB ആണുള്ളത്. 85-86 കണ്ടാണ് ഉള്ളത്. അപ്പം നല്ല ഗെയിമാണ്. നല്ല ബോറടിക്കുമെന്ന് വെച്ചാൽ ബോറൊന്നും അടിക്കത്തില്ല. എന്നാലും കുറേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാം, അങ്ങനെ ഒരു ആലോചന വരും. അല്ലാതെ എപ്പോഴും നമ്മൾ കളിക്കാൻ തോന്നുമെങ്കിലും അത്ര. പക്ഷെ ഗെയിം കൊള്ളാം കേട്ടോ, അത് എനിക്കിഷ്ടപ്പെട്ടു. ഗെയിം വലിയ കുഴപ്പമില്ല. ബാക്കി ഗെയിമുകളും അടിപൊളിയാണ്, പക്ഷേ ഈ ഗെയിമും കൊള്ളാം. ഓക്കെ, ഇതൊന്ന് കളിച്ച് നോക്കണം എല്ലാവരും. ഓക്കെ, ഇഷ്ടപ്പെട്ടവരൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വളച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക? ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യണം. നമുക്കൊരു 18 കിലോമീറ്റർ ഉണ്ട്, എത്താറായി. കാരണം ആ ഡിപ്പോട്ടിൻ്റെ അടുത്തുകൂടാണ് ഇങ്ങനെ വളവുകളൊക്കെ ഉള്ളത്. ഇച്ചിരി എന്നിട്ടാണ് നമ്മൾ ഈ ഹൈവേയിലോട്ടൊക്കെ നല്ല ഹൈവേയിലോട്ടൊക്കെ കയറുക. ഇവിടെയൊക്കെ വണ്ടികൾ കുറവാണെങ്കിലും വണ്ടികളൊക്കെ ഉണ്ട്. മറ്റേ നമ്മൾ അന്ന് ഹൈവേ കൂടെ അത്രയും പവറില്ല. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്തായാലും പോവാം, പയ്യെ അങ്ങോട്ട് പോവാം. ഏകദേശം എത്താറായി. ഇനി ഒരു കുറച്ച് എത്താറായി. നമ്മൾ ഇവിടുന്ന് വളച്ച് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു, അതോ വളയുവാണ്. ഇവിടുന്ന് ഇനി സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി സ്ട്രെയിറ്റാണ്. നമ്മൾ ഡിപ്പോട്ടിൽ കയറുക. അവിടെ ഡിപ്പോട്ട് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക്. ഡിപ്പോട്ടാണ് ഇവിടെ. അപ്പോൾ ബസ് ഡിപ്പോട്ടിലോട്ട് നമ്മൾ കയറാൻ പോകണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻഡിക്കേറ്റർ ഇടാം. ഓക്കെ, വണ്ടിയിലൊന്നുമില്ല, കയറാം. ഓക്കെ, നമുക്കിനി അവിടെ ആണ് നിർത്തേണ്ടത്. ബ്രേക്ക് കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, കിട്ടി. അപ്പോൾ നമുക്കിനി ഡോർ തുറന്നു കൊടുക്കാം. 30 പാസഞ്ചേഴ്സായിരുന്നു നമ്മുടെ വണ്ടിയിലുള്ളത്. ഓക്കെ, അപ്പോൾ 30 പേര് നമുക്ക് സുരക്ഷിത സ്ഥാനത്ത് ഇറക്കണം. എന്നിട്ടാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക. അപ്പോൾ എന്തായാലും അവരിറങ്ങിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇപ്പം അങ്ങ് അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ മറക്കാൻ നിങ്ങൾ ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിൻ്റെയൊക്കെ വീഡിയോ ഇടാം. അപ്പം എന്തായാലും ബൈ ഗൈസ്.